അപ്പോൾ ഇവിടെ സൈഡിൽ നമ്മുടെ ജയരാജ് വാര്യരൊക്കെ ഉണ്ട്. ജയരാജ് വാര്യരും പിന്നെ നന്ദകിഷോറും പിന്നെ ഇവിടെ നമ്മുടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മൾ നാളെ ഗംഭീരാണ്. അപ്പൊ നിങ്ങൾ തിരിഞ്ഞേക്കെ എന്താ ഈ മറ്റേ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനൊക്കെയാണോ തിരിഞ്ഞേക്കണത്? അല്ല, ആനകള് നിൽക്കും. പക്ഷെ ഈ മഴ കാരണേ എന്താ പറയാ, എന്താ ഇവിടെ അല്ല അല്ല മറ്റേ നമ്മളിതിന് പറഞ്ഞ എന്താ ഇടിവെട്ടിന് സാമ്പിൾ ഇടിക്കട്ടെ സാമ്പിൾ ഇടിക്കട്ടെ തുടങ്ങി. അല്ല സാറില്ല, അതൊക്കെ പോയിക്കോളും. മഴ നല്ലതാണ്, എല്ലാത്തിനും തുടങ്ങുമ്പോ ഒരു ജലസ്പർശം നല്ലതാണ് അല്ലേ? ശുദ്ധാവാൻ വേണ്ടി. അത് മാത്രല്ല, അഗ്നി സ്പർശയിലും മതി. അഗ്നി ഉണ്ട്, ശുദ്ധാവും. അത് വേണ്ട. പുലർച്ചയ്ക്ക് എന്തായാലും അഗ്നി നടക്കില്ല. അല്ല, അത് കുഴപ്പമില്ല, ഇത് നല്ലതാ. പൊക്കോട്ട് ഒഴിഞ്ഞു. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ, എന്തായാലും ഇന്ന് വൈകിട്ടും നാളേക്ക് നമ്മൾ വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പൂരത്തിന്റെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു നല്ലൊരു തുടക്കം, ഒരു ഗംഭീരമായൊരു തുടക്കം. പൂരം തെക്കോട്ട് ഇന്നാ പൂരം തെക്കോട്ട്, ഇന്ന് തുടക്കം പൂരത്തിൻ, നാളെ ഒടുക്കം പൂരത്തിൽ, മറ്റന്നാളോ എന്ത് പൂരം? മറ്റന്നാൾ പകൽ പൂരം, പൂരം കഴിഞ്ഞ കഞ്ഞിണ്ട്, അതോടുകൂടി കഞ്ഞിപ്പൂരം. ഇവരെ നമ്പറാണ് അരുൺകുമാർ. ഇതൊക്കെ നമ്മള് പിന്നെ ഇതിനൊക്കെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ട് നമ്മൾ തകർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല്, എത്രയോ മനുഷ്യരുടെ അധ്വാനവും എത്രയോ മനുഷ്യരുടെ കാത്തിരിപ്പാണ് പൂരം. അതാണ് സർ, മനുഷ്യന്റെ അധ്വാനത്തിനാണ് പൂരം. പൂരത്തിന് വാസ്തവത്തിൽ ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ ഈ മത്സരം എടുത്ത് പഠിക്കണം. അതായത് വിദ്വേഷം ഇല്ലാത്ത മത്സരമാണ് തൃശ്ശൂർ പൂരം മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന സന്ദേശം. അത് വൈരാഗ്യമായി മാറുന്നില്ല മത്സരം എന്നുള്ളത്. എത്ര വർഷം? 229 വർഷമായി. ഇപ്പോ 229 വർഷവും ആരോഗ്യകരമായ മത്സരത്തിലൂടെ തൃശ്ശൂർ പൂരം പോലൊരു സംവിധാനം ലോകത്തിന് മുമ്പിൽ വലിയ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്പർദ്ധയും ഇല്ല. ശരിക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റിന് പകരം പൂര സ്പിരിറ്റ് എന്നാണ് വേണ്ടത്. പൂരം സ്പിരിറ്റ് അത് കൂടുതൽ പറയണ്ടാട്ടാ. അല്ല, ഇത് എന്തായാലും ഗംഭീരാക്കണം നമുക്ക് പൂരം. നമുക്ക് ഇന്ന് വൈകിട്ടും കാണണം, നാളെയും കാണണം. ഇന്ന് വൈകിട്ട് റിപ്പോർട്ടറിൽ കലക്കാം. വൈകിട്ട് ശരിയാക്കാം. അപ്പൊ എന്തായാലും ഈ എന്താ പറയുന്നത്, ഈ കാർമേഘത്തിന്റെ നൂലാമാലകൾ ഒഴിവാക്കിയിട്ട്, കാർമേഘ അടി ഒരു പ്രയോഗം അടി വെളുത്തു വേണ്ട. അതായത് മുകളിലെ കാരണം അടി വെളുത്ത പിന്നെ മഴ പോകുന്നതാണ്, മഴ ഉണ്ടാവില്ല. സ്പർശത്തിലൂടെ അല്ലെങ്കിൽ തണുപ്പിലൂടെ തുടങ്ങുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. ശംഭോ മഹാദേവ വടക്കുന്നാഥൻ. എനിക്ക് ശംഭോ മഹാദേവ ഗംഗയുടെ തലയില് പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഇറങ്ങണൂര് നമ്മുടെ ഊര്, പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം ഗഡേ ശിവപേരൂര്. ശേഷം വീണ്ടും നിങ്ങളെ നമുക്ക് സന്ധിക്കും, ഗംഭീരമാക്കാം നമുക്ക്. അപ്പൊ അരുൺകുമാർ, ഇത് ചെറിയ ചെറിയ നമ്പറുകളാണ്. നമ്മൾ വലിയ നമ്പറുകളൊക്കെ ആയിട്ട് വരും മണിക്കൂറുകളിൽ വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് മുഴുവൻ സമയം എൻഗേജ് ചെയ്യിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൃശ്യം, അത് വർണ്ണവിസ്മയം എല്ലാം നമ്മളുടെ റിപ്പോർട്ടർ ചാനലിലൂടെ ഈ പ്രേക്ഷകർക്ക്, ഈ ലോകത്തെല്ലാ പ്രേക്ഷകർക്കും നമ്മൾ ഗംഭീരമായി